എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിദ്യ, DMO പാലക്കാടാണ്. കേരളത്തിൽ പല ജില്ലകളിലും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. പാലക്കാട് തന്നെ ഇതുവരെ 34 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപും 2 ഔട്ട് ബ്രേക്കുകൾ പാലക്കാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം 3ാമത്തെ ഔട്ട് ബ്രേക്കാണ് ഇപ്പം 34 കേസുകളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് കൊണ്ടുണ്ടാവുന്ന രോഗം. ഹെപ്പറ്റൈറ്റിസ് A, B, C, D എന്നീ വകഭേദങ്ങളിലാണ് മഞ്ഞപ്പിത്തം കാണുന്നത്. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് A വൈറസ് കൊണ്ടുണ്ടാവുന്ന മഞ്ഞപ്പിത്തമാണ്. അത് കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, ശരീരവേദന, ഓക്കാനം, ഛർദിൽ, പിന്നെയാണ് തൊലിപ്പുറത്തും കണ്ണിനും മൂത്രത്തിനുമൊക്കെ മഞ്ഞ കളർ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരെ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കണം. മഞ്ഞപ്പിത്തം വരുമ്പോൾ മറ്റു ചികിത്സകൾ തേടുന്നതായിട്ട് കണ്ടെത്തുന്നുണ്ട്. മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ, കോമോർബിഡിറ്റീസിലുള്ള ആളുകളിൽ, പ്രായമായവരിൽ, ഗർഭിണികളിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് A വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാം. മഞ്ഞപ്പിത്തമുള്ള ആളുകളിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ബിലിറുബിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നൊരവസ്ഥ ഉണ്ടാവാം. പിന്നെ അതുപോലെ ഫിറ്റ്സ് ഉണ്ടാവാം, എപ്പിലെപ്സി പോലെ ഉണ്ടാവാം, കൺവൾഷൻസ് ഉണ്ടാവാം, സ്ഥലകാല ബോധമില്ലായ്മ ഉണ്ടാവാം, ബോധക്കേട് ഉണ്ടാവാം, ബ്ലീഡിങ് ടെൻഡൻസീസ്, അതായത് മൂക്ക്, വായ, മറ്റുള്ള നമ്മുടെ ശരീരത്തിലുള്ള മറ്റുള്ള ഓറിഫൈസസിലൂടെ ബ്ലീഡിങ് ഉണ്ടാവാം. രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള വാർണിംഗ് സൈൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർണിംഗ് സൈൻസ് ഉള്ള ആളുകളും അത് മറ്റുള്ള അസുഖങ്ങളുള്ള ആളുകളും ആണെങ്കിലും മഞ്ഞപ്പിത്തം വരുമ്പം കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ അവസ്ഥയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരെ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കണം. മലിനമായ ജലത്തിലൂടെയും അല്ലെങ്കിൽ മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ വ്യക്തിശുചിത്വം നമ്മൾ പാലിക്കണം. ഒരു രോഗിയായ ഒരാളിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് അസുഖം പകരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലൊരു ഹെപ്പറ്റൈറ്റിസ് A ഉള്ളൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിനെ നോക്കാനായിട്ട് ഒരു വീട്ടിലത്തെ ഒരാൾ, ഒരു കെയർ ഗിവറിനെ നമ്മൾ ഏൽപ്പിക്കണം. അല്ലാതെ എല്ലാ വീട്ടിലുള്ള മറ്റുള്ള മുഴുവൻ ആളുകളും ആ രോഗിയുമായിട്ട് സമ്പർക്കമുണ്ടാവാൻ പാടില്ല. പിന്നെ ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഐസൊലേഷനിലും വെക്കേണ്ടതാണ്. അപ്പോൾ ഈ രോഗി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ സെപ്പറേറ്റായിട്ട് നമ്മൾ വെക്കണം. ഈ ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ നമ്മൾ ഏർപ്പാടാക്കിയ ആളാണ് ഇതൊക്കെ വൃത്തിയാക്കേണ്ടത്. രോഗിയുടെ പാത്രങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഈ ഒരു രോഗി ഉപയോഗിച്ചതിന് ശേഷം ടോയ്ലറ്റ് നമ്മൾ 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ പാത്രങ്ങളാണെങ്കിലും രോഗി ഉപയോഗിച്ച ഡ്രസ്സാണെങ്കിലും പേഷ്യൻ്റ് ഛർദ്ദിക്കൊക്കെ ചെയ്യുകയാണെങ്കിലും അതും നമ്മൾ ഈ ഒരു 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഇട്ട് അണുവിമുക്തമാക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കുട്ടികൾ വീട്ടിലുണ്ടാവുന്ന കുട്ടികൾ പുറത്ത് മലമൂത്ര വിസർജനം ചെയ്യാതെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്താൽ തന്നെ അത് സാനിറ്ററി കണ്ടീഷൻസിൽ വേണം നമ്മളത് ഡിസ്പോസ് ചെയ്യാനായിട്ട്. അപ്പോൾ വ്യക്തിശുചിത്വം പ്രധാനമാണ്. അതുപോലെ നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഒക്കെ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. പിന്നെയുള്ളത് പരിസര ശുചിത്വമാണ്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ പോസിറ്റീവ് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ മലമൂത്ര വിസർജനം തുറസായ സ്ഥലത്ത് ചെയ്യാതിരിക്കുക. ഈ മലത്തിലൂടെയും മൂത്രത്തിലൂടെയുമാണ് ഈ വൈറസ് മറ്റുള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളവും ഭക്ഷണ സാധനങ്ങളും കഴിക്കുമ്പോഴാണ് നമുക്ക് രോഗം വരുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു ചില കല്യാണങ്ങൾക്കും മറ്റുള്ള ഫങ്ഷൻസിലൊക്കെ ഐസിട്ട പാനീയങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ക്ലീനായിട്ടുള്ള വെള്ളം കൊണ്ടുണ്ടാക്കുന്ന പാനീയങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പാചകം ചെയ്ത ഭക്ഷണം മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈച്ചയും ഈ ഒരു രോഗം പരത്തുന്ന ഒരു രോഗവാഹകരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പുറത്തുനിന്ന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും കൃത്യമായിട്ട് വൃത്തിയായി കഴുകി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. വെള്ളമെടുത്ത് ഒരു 15 മിനിറ്റെങ്കിലും വെട്ടിത്തിളക്കുന്ന അവസ്ഥയിൽ ചൂടാക്കിയിട്ടുള്ള വെള്ളം വേണം കുടിക്കാനായിട്ട്. പിന്നെ വെള്ളം എപ്പോഴും അടച്ചു വെച്ച് ഉപയോഗിക്കണം. പിന്നെ കിണറുകളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കൃത്യമായ സമയത്ത് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഹെപ്പറ്റൈറ്റിസ് A ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ സൂപ്പർ ക്ലോറിനേഷനാണ് ചെയ്യുന്നത്. അപ്പം എല്ലാത്ത സമയത്താണെങ്കിൽ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A ഔട്ട് ബ്രേക്ക് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ കിണർ ഇടയ്ക്കിടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് പല സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ കുടിവെള്ള പദ്ധതികളുണ്ട്. അങ്ങനെയുള്ള കുടിവെള്ള പദ്ധതികളിലും ക്ലോറിനേഷൻ, അപ്പോൾ അതിൻ്റെ ക്ലോറിൻ കണ്ടൻറ്റ്, ഈ ഒരു റെസിഡ്യുവൽ ക്ലോറിൻ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.